അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിരവധി ആളുകളാണ് സംസ്ഥാനത്ത് ഇതിനോടകം മരണപ്പെട്ടിട്ടുള്ളത്. 3 മാസം പ്രായമായ കുഞ്ഞു മുതൽ യുവാക്കൾ വരെ ഈ മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. അമീബ ഒരു ആളക്കൊല്ലി രോഗമായിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തത്? കോഴിക്കോട് ഓമശ്ശേരിയിൽ രോഗം ബാധിച്ചു മരിച്ച 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഉമ്മയും ഉപ്പയുമാണിത്. ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു മുന്നേ. പക്ഷെ നമ്മളിത് ബ്ലഡിൽ ഇൻഫെക്ഷൻ നോർമലാണല്ലോ, ഇങ്ങനെ വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആയി പോന്ന്, പിന്നെ മരുന്നൊക്കെ എഴുതി തന്ന്, പിന്നെ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാനുള്ളതിൽ ഡിസ്ചാർജ് ആയി പോകുന്നതാണ്. പിന്നെയാണ് പനി കൂടി അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയി അവിടെ കാണിക്കുന്നു, പിന്നെ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. അവിടെ 28 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അവിടെ വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. അമീബിക്കാന്ന് മനസ്സിലാകുന്ന മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അവിടുന്ന് പിന്നെ നട്ടിൽ നിന്ന് നീരെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അമീബിക്കാന്ന് മനസ്സിലാകുന്നത്. അവിടുന്ന് മൈക്രോബയോളജി ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടുന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പക്ഷേ സംശയങ്ങളും അവ്യക്തതകളും ഈ കുടുംബത്തിന് ഇനിയും മാറിയിട്ടില്ല. കുറേ കാലം ഉപയോഗിക്കുന്നത്, ഇതുവരെ ആർക്കും അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. എൻ്റെ സംശയം പറഞ്ഞാൽ ഈ ചെറിയ മക്കൾക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നതാണ് ഒരു അവ്യക്തത. നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടാണ് കുളിപ്പിക്കുന്നതൊക്കെ. നമ്മളാരും വെള്ളമെടുത്ത് മുഖത്തോട് ഒഴിക്കണോ അല്ലെങ്കിൽ ചെറിയ മക്കൾ മുങ്ങി കുളിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ചെറിയ മക്കൾക്ക് എങ്ങനെ വന്നുള്ള ഒരു അവ്യക്തം. നമ്മൾ മുഖം തുടച്ചാളെ ചെയ്യുന്നത്. പക്ഷെ മൂക്കൂടെ അങ്ങനെ കയറി പോകണമെങ്കിൽ എങ്ങനെ മോൻ്റെ ശരീരത്തിൽ ഇത് എത്തിയെന്നുള്ളത്. നഗ്ലേറിയ ഫൗളേറിയയാണ് മരണകാരണമെന്ന് ചണ്ഡീഗഡിൽ നിന്നുള്ള PCR പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ കുളിപ്പിക്കാൻ ഉപയോഗിച്ചുവെന്ന് പറയുന്ന കിണറ്റിലെ വെള്ളത്തിൽ പക്ഷേ നെഗ്ലേറിയ കണ്ടെത്തിയിട്ടില്ല. ബാലമുത്തിയ മാൻഡ്രലറിസ് ആണ് പോസിറ്റീവായി കാണിച്ചത്. വീടിൻ്റെ വാട്ടർ ടാങ്കിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുമില്ല. ഒരു ജലസ്രോതസ്സിൽ തന്നെ വിവിധ അമീബകൾ ഉണ്ടാകാമെന്നതാണ് ഇതിൽ ആരോഗ്യ വിദഗ്ധരുടെ വിശദീകരണം. താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരി അനയ്യയുടെ മരണത്തിന് കാരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് പബ്ലിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോൾ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതുമില്ല. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇൻഫ്ലുവൻസ എ എന്ന ന്യൂമോണിയയായിരുന്നു മരണകാരണം. അതായത് അനയ്യയുടെ കാര്യത്തിൽ ഉണ്ടായത് അടിമുടി ആശയക്കുഴപ്പമാണ്. കുട്ടിയുടെ ഡെത്ത് ഒരു അമീബിക്ക് പോലുള്ള ഒരു വലിയൊരു രോഗം വന്നിട്ടൊന്നും ആവില്ല എന്നാണ് നമ്മൾ അന്നും റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. കുട്ടിയുടെ ബാക്കി ചികിത്സ എല്ലാം പോസ്റ്റ്മോർട്ടത്തിന് മുന്നേ അവർ ടെസ്റ്റ് ചെയ്തതിലെല്ലാം നെഗറ്റീവായിട്ടാണ് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടിൽ അമീബിക്കിൻ്റെ എന്തോ അംശം കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിവായിട്ടും വന്നിട്ടുണ്ട് അമീബിക്കല്ല, മറിച്ച് കുട്ടിക്ക് ന്യൂമോണിയയുടെ ഇത് കാരണമാണ് കുട്ടി, അതും ന്യൂമോണിയാന്നേ പറഞ്ഞിട്ടുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ മാത്രം 15ലധികം ആളുകൾ രോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അവ്യക്തതകളും ആശയക്കുഴപ്പവും നിലനിൽക്കെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. കുടുംബത്തിന് ഭാവിയിൽ തുണയായി മാറേണ്ടിയിരുന്നവരോ അതല്ലെങ്കിൽ വരുമാനം കൊണ്ടുവരുന്നവരോ ഒക്കെയാണ് മരണപ്പെട്ടവരിൽ പലരും. ഈ സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെ ഇത്രയും വലിയ രോഗം വരുമ്പോൾ അവരാശ്രയിക്കുന്നതൊക്കെ സർക്കാർ ആശുപത്രികളെയുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.